എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചിട്ടൊന്നുമില്ലാത്ത പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചൂടോട് കൂടി തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല ക്രീമി പരുവത്തിലായിട്ട് വരും. ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും, എന്നിരുന്നാലും നല്ല ക്രീമി പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇതിവിടെ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതിയാതെ. അതിനുവേണ്ടി ഞാനിവിടെ 3/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിവിടെ തിളപ്പിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചൂടുള്ള പാല് വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാട്ടോ. തണുത്ത പാലിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല മധുരം വേണ്ടവര് കുറച്ച് പഞ്ചസാരയും കൂടെ പാലിൽ കലക്കിയിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ല 2 ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുടിക്കുക. അപ്പം എല്ലാ സ്ഥലത്തും എല്ലാതും ആകുന്ന രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ആവുക. അപ്പം ഇതിന്റെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ വെച്ച് ഷെയ്ക്ക് അടിക്കുന്ന അതേപോലെയുള്ള ഒരു ക്രീമി പരുവത്തിലായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക.